തൂക്കുസഭ വരും. ബി.ജെ.പിക്ക് കുറച്ച് സീറ്റൊക്കെ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് ഒരു നല്ല കാലമായിരിക്കുമോ? ചോദ്യത്തിൻ്റെ ആദ്യത്തെ 2 വരികൾ 2 ഭാഗമാണ്. ഒന്ന് തൂക്കുസഭ വരും എന്നുള്ളതും 2 ബി.ജെ.പിക്ക് സീറ്റുകൾ കിട്ടുന്നുള്ളതും. അതിൽ ഒന്നാമത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ രണ്ടാമത്തെ ഉറപ്പാണ്. അതായത് ബി.ജെ.പിക്ക് സീറ്റുകൾ കിട്ടും. ബി.ജെ.പി എൻ.ഡി.എ ഘടകകക്ഷികൾക്ക് ഉൾപ്പെടെ സീറ്റ് കിട്ടും. ഒരു മുന്നേറ്റം ഉണ്ടാകും. ഒരു വലിയ കാര്യമാണ്. മൂന്നാമത്തത് എന്ന് പറയണത് ബി.ജെ.പിക്ക് നല്ല കാലമാണെന്നാണ്. ഇനി അങ്ങോട്ട് എത്ര സീറ്റ് കിട്ടിയാലും നല്ല കാലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഘടകങ്ങൾ പരിശോധിക്കേണ്ടി വരും. ഒന്ന്, ഈ തൂക്കുസഭ ബി.ജെ.പിക്ക് 10 സീറ്റിന് മുകളിൽ, പിന്നെ എൻ.ഡി.എക്ക് 10 സീറ്റിന് മുകളിലേക്ക് പോയാൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ആ രീതിക്കായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ തൂക്കുസഭ വരാതിരിക്കാം. അതിപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കാരണം നമ്മൾ ടോട്ടൽ പെർസെൻറ്റേജ് വോട്ട്സ്, പോൾഡ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യപ്പെട്ടത് 79 എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ 79 ആക്ച്വലി 79 അല്ല, അത് ഈക്വൽ ടു ഒരു 77.5 അന്ന് എടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? മുൻകാലങ്ങളിൽ SIR ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ 2016 2021 വെച്ച് നോക്കുകയാണെങ്കിൽ 2016 പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് 77.53%. അതിന് ഈക്വൽ പെർസെൻറ്റ് ഇത്തവണ വരും. അപ്പം 78 പോയിൻറ്റ് സംതിങ് എന്നുള്ള ഇത്തവണത്തേത് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം SIRൽ ഒത്തിരി വോട്ട് കട്ടായി. പിന്നെ ബാക്കിയുള്ള വോട്ടുകളിൽ ടോട്ടൽ പോൾഡ് വോട്ട് എത്ര എന്നുള്ളതാണ്. അപ്പം ടോട്ടലി പുതിയ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് 8 ലക്ഷത്തിന് മുകളിൽ ഉണ്ട്. അതും നമുക്കറിയാം. പിന്നെ ഉള്ളത് കുറച്ചധികം ഷിഫ്റ്റുകളാണ്. മുസ്ലിം വോട്ടിൽ ഒരു 10 to 15% LDF നിന്ന് UDFിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കാം എന്ന് കരുതാം. എക്സിറ്റ് പോൾസ് അങ്ങനെയാണ്. ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളിൽ നിന്നും ഒരു ഷിഫ്റ്റ് UDFിന് അനുകൂലമായിട്ട് കുറേ മേഖലകളിൽ വന്നിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ LDFിന് കിട്ടിയ വോട്ടുകൾ, സീറ്റുകൾ എന്ന് പറയുന്നത് 99. അതായത് 76% പോളിംഗ് നടന്ന സമയത്ത് LDFിന് കിട്ടിയിരിക്കുന്നത് 99. അതിന് മുമ്പ് 2016 77.53% പോളിംഗ് നടന്നപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 91. ഓക്കെ, അപ്പം അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയതെന്ന് ഒരു മിനിമം 20 സീറ്റ് LDFിന് കുറഞ്ഞേക്കാം. എന്നുവെച്ചാൽ പല ഘടകങ്ങളും. അപ്പം ഒരു ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രമല്ല, പെർസെൻറ്റ് മാത്രം നോക്കാനാണെങ്കിൽ 90 സീറ്റെങ്കിലും LDFിന് കിട്ടുമെന്ന് പറയേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, കുറേ മതസമൂഹങ്ങളുടെ വോട്ടുകൾ ഷിഫ്റ്റ് ആകുന്നത്, അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കുറയാം. അപ്പോൾ എന്ന് വെച്ച് UDFിന് ഇതെല്ലാം കിട്ടണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കിട്ടുന്നില്ല. അപ്പം ഇപ്പോഴും ഒരു 30-33% മുസ്ലിം വോട്ട് LDFിലുണ്ട്. 27% ക്രിസ്ത്യൻ വോട്ട് LDFിലുണ്ട്. എക്സിറ്റ് പോൾസ് ഇതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു കേഡർ അതിനകത്തുണ്ട്, മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജെൻസി മുസ്ലിം വോട്ടർമാർ, ഇവരൊന്നും ജമാഅത്തെ ഇസ്ലാമിയോ ലീഗോ മൊല്ലാക്കയോ ഒക്കെ പറഞ്ഞു കേട്ടിട്ട് കൂട്ടത്തോടെ പോയി വോട്ട് ചെയ്യില്ല. 35 വയസ്സ് താഴെയുള്ളവർ ഒരിക്കലും മതം മാത്രം നോക്കി വോട്ട് ചെയ്യില്ല. അതിന് മുകളിലേക്കുള്ളവർക്ക് കുറച്ചുണ്ടാകും. പ്രായമേറിയവരിലാണ് ഇത്ര. അതിൽ തന്നെയും അല്പോടെ തീവ്ര മനസ്സിലുള്ള പലരും സത്യം പറഞ്ഞ് ഇപ്പോഴും ഇടതുപക്ഷ വോട്ടേഴ്സാണ്. അത് ദീർഘകാലം അങ്ങനെയായിരുന്നു. SDP ഉൾപ്പെടെ നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ കാന്തപുരത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ, ഇവർ പലരും ഇടതുപക്ഷ വോട്ടേഴ്സായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വോട്ട് വലിയ ഷിഫ്റ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഷിഫ്റ്റ് എവിടെ വന്നിരിക്കുന്നു? ജമാഅത്തെ ഇസ്ലാമി മാറിപ്പോയെങ്കിൽ വെൽഫെയർ പാർട്ടി വെച്ച് അവർ സ്വാധീനിക്കുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് എത്ര മാറി നമുക്ക് ഉറപ്പില്ല. പിന്നെ അടിത്തട്ടിൽ അവർ ഓരോ വീട്ടിലും ചെന്ന് നമ്മളിത്തവണ ഒരുമിച്ച് നിൽക്കണം, അങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു ഇലക്ഷൻ സമയത്ത് ഞാൻ പറയുന്നു 2 മാസം കൊണ്ട് ഈ കേരളത്തിലെ ഒരു 1 കോടിയോളം വരുന്ന പോപ്പുലേഷൻ മുഴുവൻ പേരെയും കണ്ട് അവരുടെ മുഴുവൻ വോട്ടേഴ്സിനെ ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്യാനും പറ്റില്ല, ഇൻഡിവിജ്വലി കോളിൽ കൂടെ പോലും പറ്റില്ല, വാട്സാപ്പിൽ കൂടെയും പറ്റില്ല, നേരിട്ട് കണ്ടും പറ്റില്ല. ഡിഫിക്കൽട്ടാണ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടാണ് ഞാൻ പറയുന്നത്. കുറേ പേരിലേക്ക് എത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മുസ്ലിം ലീഗിന് എല്ലാ വോട്ടും മുസ്ലിം ലീഗ് വരട്ടെ എന്നുള്ള ലൈനിലാണ് തീരുമാനം എടുത്തിരുന്നത്. മുസ്ലിം ലീഗിന് എല്ലാ ഇലക്ഷൻസിലും, പ്രത്യേകിച്ച് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനൊക്കെ വരുമ്പോൾ കിട്ടിയിരുന്ന ഒരു ഗ്രൂപ്പ് വോട്ട് ഗൾഫിൽ നിന്ന് വന്ന് വോട്ട് ചെയ്യുന്നതാണ്. ഇത്തവണ ഇറാനും ഇസ്രായേലും US തമ്മിലുള്ള യുദ്ധം കാരണം ഗൾഫ് മേഖല എന്നുള്ള വിമാന സർവീസൊക്കെ നിലച്ചു. അപ്പോൾ ചില മുസ്ലിം സംഘടനകൾ നേരിട്ടാണ് ലീഗിന് വേണ്ടി ഇങ്ങനെ ആൾക്കാരെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. നടന്നിട്ടില്ല. ഇത് പല മണ്ഡലങ്ങളിലും UDFിൻ്റെ സാധ്യതയെ ബാധിക്കുന്നതാണ്. കാരണം ലീഗിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാക്ടർ ഇതാണ്. ഇതൊരു ഫാക്ടറായിട്ട് വരും. പാലക്കാട്
ശോഭാ സുരേന്ദ്രന് അനുകൂല ഫാക്ടറായിട്ട് വരുന്നൊരു കാര്യമാണിത്. ഇങ്ങനെ പലയിടത്തും ഇത് സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കൺസോൾട്ടേഷൻ കൊണ്ടാണ്, അതും ഒരു കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതുകൂടെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം കണക്ക് കൂട്ടി വേണം എന്ത് സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ UDFൻ്റെ ഒരു അവർക്ക് അനുകൂലമുള്ള വോട്ടിംഗ് പെർസെൻറ്റ് ഉയരണം, LDFൻ്റെ താഴണം, ഏതാണ്ട് നെക്ക് ടു നെക്ക് നിൽക്കണം. ഇതിനിടയ്ക്ക് BJPക്ക് കുറേ സീറ്റ് കിട്ടണം. അപ്പോഴാണ് തൂക്ക് വരിക. അങ്ങനെ തൂക്ക് വരുമോ ഏതാനും മണിക്കൂറുകൾക്ക് അറിയാം. കിട്ടുന്ന ഞാൻ പറഞ്ഞാലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞാലും ഇപ്പോൾ മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തൂക്ക് വരുന്നെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ തൂങ്ങണ്ടെന്ന് വയ്ക്കുക. തുക്കാരം അതേ പറയാനുള്ളൂ. പക്ഷേ BJPയുടെ ആയാലും അത് ഡാം ഷുവർ നമുക്ക് കിട്ടും, സീറ്റുകളുണ്ടാവും. അപ്പോൾ ആ സീറ്റുകൾ ആദ്യം പലരും ഇവിടെ പ്രവചിച്ചിരുന്നത് 1 സീറ്റ് 2 സീറ്റ് 3 സീറ്റ് എന്നൊക്കെയായിരുന്നു. 5 സീറ്റ് തന്നെ പ്രവചിക്കാൻ പലർക്കും മടിയാണ്. ഇവിടുത്തെ ലോക്കൽ മീഡിയ സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ പറഞ്ഞതൊക്കെ അവർ കുക്ഡാണ്. ശരിക്കും അവന്മാർ കുത്തിയിരുന്ന് വെറുതെ എഴുതി ഉണ്ടാക്കുന്നതാണ്, സ്വന്തം ഭാവനയിൽ നിന്ന് മെനയുന്നതാണ്. കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ നോക്കിയിട്ട് ചാണക്യയുടെയാണ്. ചാണക്യ പറയുന്നു 7 തൊട്ട് 11 വരെ കിട്ടാനുള്ള സാധ്യത. ഇത് യാഥാർത്ഥ്യബോധമുള്ളതെന്ന് എനിക്ക് തോന്നിക്കണേ. കാരണം ഇവിടെ തന്നെ ആദ്യം ഒരു പോഡ്കാസ്റ്റിൽ ഈ ഇലക്ഷനെ പറ്റി ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തൊരു ഇത് തന്നെ ഞാൻ പറഞ്ഞത് 5 തൊട്ട് 18 വരെ ഉള്ള സാധ്യത. ഈ സാധ്യത സയൻറ്റിഫിക്കായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ജനങ്ങളുടെ ഇടയ്ക്കുള്ള വോട്ട് ഷിഫ്റ്റിനുള്ള സാധ്യത. UDFയിൽ നിന്ന് നായർ വോട്ടുകൾ കുറച്ചധികം BJPയിൽ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, LDF ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് കാരണം ശബരിമല വിഷയമാണ്. ഈ മറ്റു വിഷയങ്ങളൊന്നും അങ്ങനെ നായന്മാരെ അധികം ബാധിക്കില്ല. അതാ. അതേസമയം ഈഴ വോട്ടുകൾ LDFയിലേക്ക് കുറേ കൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കുറഞ്ഞത് 48 തൊട്ട് 50% വരെ ഈഴ വോട്ട് ഫിക്സ്ഡ് ആണ് CPMൽ. അതിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 1% കൂടാനേ സാധ്യതയുള്ളൂ. അങ്ങനെയാണ്. പിന്നെ SC/ST വോട്ട്, അവർക്ക് സുഭദ്രമായിട്ട് കുറേ വോട്ടുകൾ അവിടെ തന്നെയുണ്ട്. അത്തരം വോട്ടുകൾ UDFയിൽ നിന്ന് പുറത്തേക്കാണ് പോയിരിക്കുന്നതാണ് എക്സിറ്റ് പോൾസ് സൂചിപ്പിക്കുന്നത്. നായർ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈഴ വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെടുക ചെയ്തേക്കുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടുവന്ന 6% നായർ വോട്ടെങ്കിലും അവിടുന്ന് പോയിരിക്കുന്നു. അത് കൂടുതലും പോയിരിക്കുന്നത് NDAയിലേക്കായിരിക്കും, BJPയിലേക്ക്. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷനിൽ BJP ജയിച്ചു. അവിടെ ഞാൻ 2-3 ഘടകങ്ങൾ കാണുന്നുണ്ട്. 3 ഘടകങ്ങൾ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം 60ഓളം കോർപ്പറേഷൻ വാർഡുകളിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്തു. അതവിടെ ഒരു നേതാവ് ഞങ്ങൾക്കൊപ്പം ഉണ്ട്, ആത്മവിശ്വാസം കൊടുക്കുന്നു, പ്രവർത്തകർ ഇറങ്ങുന്നു, പ്രവർത്തിക്കുന്നു, ജനങ്ങളിത് കാണുന്നു, നല്ല രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വിലയിരുത്തുന്നു, അതിനൊപ്പം നിൽക്കുന്നു. 2, സ്വർണ്ണപ്പാളി വിഷയം കത്ത് നിന്ന സമയം അതായിരുന്നു. അപ്പം തിരുവനന്തപുരം മേഖലയിലൊക്കെ ആ പ്രതിഷേധ വോട്ട് പോയത് UDFയിലേക്കല്ല, BJPയിലേക്കാണ്. ആ മേഖലകളിൽ അത് ഇനി അങ്ങനെ തന്നെ പ്രതിഫലിക്കും. കാരണം എന്താ, അവിടെ ചിത്രത്തിലെ ചിലപ്പം അവിടെ UDF ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ നോക്കുമ്പോൾ ആരാണ് BJP മുന്നേ വന്നു, 2ാം ഭാഗത്ത് സ്ഥാനത്ത് വന്നേക്കുന്നത് LDF ആണ്, 3ാം സ്ഥാനത്ത് UDF വന്നുള്ളൂ. അപ്പം 3ാം സ്ഥാനത്ത് നിൽക്കാനേ UDFന് അവിടെ പറ്റുള്ളൂ, അവർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടാതെ ഒരു പക്ഷേ പലരും അംഗീകരിക്കില്ലായിരിക്കും, എങ്കിലും ഞാൻ പറയുന്നു ശ്രീലേഖ IPS ഒരു ഫാക്ടറായിരുന്നു. അവർ മേയറാവുന്ന വല്ലതും പ്രതീക്ഷിച്ചു. അത് BJP അങ്ങനെ വാഗ്ദാനം കൊടുത്താലും ഇല്ലെങ്കിലും അത് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തവരുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെയൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് ദഹിക്കില്ല. പക്ഷേ മറുവശത്ത് നിന്ന് ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. ആര്യ രാജേന്ദ്രനെ പോലെ വിമർശനം നേടിയ ഒരു വ്യക്തിക്കെതിരെ സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്നൊരു വ്യക്തി ഇറക്കുമ്പോൾ അതിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു, ഇതാണ് ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. തിരുവനന്തപുരത്തെ കുടുംബിനിയായിട്ടുള്ള സ്ത്രീകൾക്ക് പലർക്കും ആര്യ ഇഷ്ടമല്ല. അതേസമയം മുൻ DGP ആയിരുന്ന ഇവരോട് താല്പര്യമുണ്ട്, ബഹുമാന്യതയുണ്ട്. അതൊരു ഫാക്ടറാണ് ഇതവിടെ. അതുകൊണ്ട് സ്ത്രീ വോട്ട് അനുകൂലമായി. ഇത് സ്വർണ്ണപ്പാളി വിഷയത്തിലും ശ്രീലേഖ ഇറങ്ങിയതിലും സ്ത്രീ വോട്ട് അനുകൂലമായി. പുരുഷ വോട്ടുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, സ്ത്രീ വോട്ടുകൾ അനുകൂലമായി. ഇത്തരം ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ സജീവമാണ് ഇപ്പോഴും അവിടെ. അതുകൊണ്ട് BJPക്ക് അതുകൊണ്ട് കൂടുതൽ മെച്ചം കിട്ടും, ഗുണം കിട്ടും. അപ്പോൾ തിരുവനന്തപുരത്ത് ടൗണിലെ 4 മണ്ഡലങ്ങൾ വളരെ പ്രധാനമാണ്. 1 നേമം, 2 കഴക്കൂട്ടം, 3 വട്ടിയൂർക്കാവ്, 4 തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രലിൽ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് BJP ഇറക്കിയേക്കുന്നത്, കരമന ജയൻ. അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റാണ്. ആ ജില്ലാ പ്രസിഡൻ്റെ കാർമ്മികത്വത്തിലാണ് അവിടെ കോർപ്പറേഷൻ വിജയം ഉണ്ടായിരിക്കുന്നത്. ആൾ മോശമല്ല. അപ്പം സംഘടനാ പ്രവർത്തനം അറിയാവുന്നതാണ്. വിജയിക്കണമെങ്കിൽ അദ്ദേഹം ശരിക്ക് പ്രവർത്തിച്ച് അവിടെ വിജയം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫാക്ടർ അവിടെയുണ്ട്. വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്നാലും വട്ടിയൂർക്കാവിലാണെങ്കിലും CPMലെ പല എതിർ വോട്ടുകളും ശ്രീലേഖയ്ക്ക് വീണു എന്ന് ഞാൻ കേട്ടു. CPMനകത്തുനിന്ന് വോട്ടുകൾ സംസ്ഥാന വ്യാപകമായിട്ട് സത്യം പറഞ്ഞാൽ CPM ചെറിയൊരു വോട്ട് കുറച്ചുണ്ടായിട്ടുണ്ട്. വലുതല്ല, ചെറുതാണ്. പക്ഷേ വട്ടിയൂർക്കാവിലൊക്കെ അതിൻ്റെ അളവ് അല്പം കൂടുതലല്ലേ എന്ന് എനിക്ക് സംശയം. ഞാൻ ഇടയ്ക്ക് കേട്ടുള്ള റിപ്പോർട്ട് വെച്ചിട്ട് CPMനോടുള്ള
വലിയ വെറുപ്പ് കൊണ്ടൊന്നുമല്ല CPM-കാർക്ക്. CPM-നകത്തുനിന്ന് തന്നെ വോട്ട് വരും. അത് അവർ പറയണത് ഇനിയും ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ പാർട്ടി നശിച്ചു പോകും. അതുകൊണ്ട് പാർട്ടി നന്നാവണമെങ്കിൽ 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന് പണ്ടത്തെ പോലെ എന്താ സമരങ്ങളൊക്കെ ചെയ്ത് ശക്തി ആർജിച്ച് അങ്ങനെ ഒരു താല്പര്യമുള്ള കുറേ പേരുണ്ട്. അവർ കുറേ പേര്, പക്ഷേ അവർ പലരും ഇപ്പോൾ തിരുവനന്തപുരത്ത് ചില വോട്ടുകൾ BJP-ക്ക് വന്നു, പക്ഷേ എല്ലായിടത്തും UDF-ന് വന്നിട്ടില്ല. ഒത്തിരി പേര് നോട്ടൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം UDF-ന് വന്ന് അനുകൂലമാവുന്നല്ല, നോട്ടയ്ക്ക് കുറേ വോട്ട് കിട്ടി, അങ്ങനെയുണ്ട്. അതിൽ തന്നെ ചില പ്രത്യേകം താല്പര്യമുള്ള ആൾക്കാർ പാർട്ടിക്ക്. പക്ഷേ ബഹുഭൂരിപക്ഷം CPM വോട്ടുകളും കേഡർ വോട്ടുകൾ എന്നുള്ളത് അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. കേഡേഴ്സ് ഇറങ്ങി സേവ് ചെയ്യും, അനുഭാവി വോട്ടുകൾ നഷ്ടപ്പെടാണ്ട് അവർ നോക്കുന്നുണ്ട്. എങ്കിലും CPM-നകത്തെ കുറേ നായർ വോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്, കുറേ മുസ്ലിം വോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്, കുറേ ക്രിസ്ത്യൻ വോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി UDF-ന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അതിനുള്ള വോട്ടുകൾ അങ്ങനെ പോയിട്ടില്ല. ലാൻഡ് സ്ലൈഡ് വിക്ടറി UDF-ന് ഉണ്ടാവണമെങ്കിൽ ടോട്ടൽ പോളിങ്ങിൻ്റെ ശതമാനം 90 കിടക്കണം. 85% മുകളിൽ കിടന്നാൽ മാത്രമേ ഇന്ന് ഒരു കറക്റ്റായിട്ടുള്ള വിജയം UDF-ന് ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ ഇപ്പോഴത്തെ എനിക്ക് 79-80% വരെ CPM കുറച്ച് സേഫാണ്, ഇല്ല LDF അല്ലെങ്കിൽ തൂക്കുസഭ, BJP-ക്ക് അവിടെ സീറ്റുകളും കിട്ടും, ആ രീതിക്കുള്ള ഒരു ഇതിൽ നിൽക്കും. 80-ന് മുകളിലേക്ക് ഓരോ % കയറി കഴിയുമ്പോൾ അവിടെ UDF-ന് അനുകൂലമായിട്ടുള്ള മാറ്റമാണത്. 85 ഒക്കെ എത്തിയാൽ ഉറപ്പാണ് അവർക്ക് ഭരണം. 90 എത്തിയാൽ അത് ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ്. അപ്പോൾ കോൺഗ്രസ് ആദ്യം ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് 100-110 സീറ്റ് കിട്ടും. അത്രയും കിട്ടണമെങ്കിൽ 90% മുകളിൽ പോകണം. ഇപ്പോൾ ബംഗാൾ നോക്കൂ, 93% പോളിംഗ്. അത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പ്രതിപക്ഷം ശരിക്കും പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടില്ല. കേരളത്തിന് ഇപ്പോൾ ആവശ്യം എന്താ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതിപക്ഷം വേണമെന്നുള്ളതാണ്. ഭരിക്കുന്നത് ഇനി UDF ആണ് LDF ആണെങ്കിലും ഇവിടെ ഒരു പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം ആവുക എന്നുള്ളതാണ് BJP. എന്താണ് BJP-യുടെ ഇവിടെ വരാൻ പോണ നല്ല കാലം എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായാൽ എങ്കിൽ മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിന് ഇവിടെ പ്രാതിനിധ്യം ഉണ്ടാവുകയുള്ളൂ. ദേശീയ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഇവിടുത്തെ രണ്ടിൽ ഒരു മുന്നണിയെങ്കിലും തകരുകയും ചെയ്യും, അവർ നാളെ NDA-യുടെ ഭാഗമാവുകയും ചെയ്യും, ജനപിന്തുണ അവിടെ വർദ്ധിക്കും. ഇത്തരം ഉയർച്ച BJP-ക്ക് ഉണ്ടാവാറുണ്ട്. പലരും പ്രതീക്ഷിക്കുന്നുണ്ട് തൂക്കുമന്ത്രിസഭ ഉണ്ടായാൽ BJP-യോ അല്ലെങ്കിൽ NDA-യിലെ കക്ഷികളോ വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വരാൻ പറ്റിയേക്കുന്നുള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്, എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം തൂക്കുമന്ത്രിസഭ വരുന്നു, UDF-ന് കൂടുതൽ സാധ്യത എങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ജോസ് കെ മാണിയും കൂട്ടരുമൊക്കെ LDF-ൽ നിന്ന് ചാടി UDF വന്ന്, അപ്പം അതിൻ്റെ മെച്ചം കിട്ടുന്നത് കോൺഗ്രസിനെ ലീഗിനൊക്കെ തന്നെയാണ്. മറുവശത്ത് LDF-നാണ് കൂടുതൽ സാധ്യതയെങ്കിൽ ചിലപ്പോൾ ലീഗ് നേരെ LDF-ലേക്ക് ആടിയെന്ന് വരും. 2 കൈയും നീട്ടി LDF സ്വീകരിച്ചെന്നും വരും. കുറച്ചുകൂടെ എന്ത് വന്നാലും അവർക്ക് 10-15 സീറ്റുണ്ടല്ലോ, അപ്പോൾ സേഫായിരിക്കും. അങ്ങനെ ഒരു കൂട്ടരം വെച്ചുകൊണ്ട് ഭരിക്കാൻ ഉള്ള വകുപ്പുകൾ അവർ നോക്കും. അപ്പം തൂക്കുമന്ത്രിസഭ വന്നാൽ അതിൻ്റെ ഗുണം എന്നാണെന്ന് വെച്ചാൽ, ഗുണം കിട്ടാൻ പോകുന്ന സത്യത്തിൽ ലീഗിനാണ്. 2 പക്ഷത്തും, അതായത് അവർക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തുനിന്ന്, ഭരിക്കുന്ന പക്ഷത്ത് അവർക്ക് ഉറപ്പായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്തരം ഭരണത്തിൻ്റെ ഒരു ഭാഗമാകാൻ BJP-യോ NDA കക്ഷികളോ ഒരുപക്ഷെ ശ്രമിക്കില്ല, ഇല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ അതിശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള വേദി ഒരുങ്ങും. ഈ കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ശക്തിയായിട്ട്, യഥാർത്ഥ ശബ്ദമായിട്ട് മാറാൻ BJP-ക്ക് പറ്റും, NDA-ക്ക് പറ്റും. ഇതാണ് വരാൻ പോണെ. പിന്നെ അത് നമ്മൾ ഓർക്കണം, BJP ഉണ്ട്, അധസ്ഥ സമൂഹങ്ങളുടെ എല്ലാം തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള BDS ഉണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പുതിയ കാലത്ത് ജനങ്ങളുടെ മുന്നിൽ പുതിയൊരു രാഷ്ട്രീയ മോഡലായിട്ട് വന്ന 2020 ഉണ്ട്. സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, അറിയാലോ, യു നോ ബെറ്റർ ദാൻ മീ. അപ്പം ഇത്തരം ഒരു പ്രത്യേകം കോമ്പിനേഷനാണ് BJP. ദേശീയ രാഷ്ട്രീയം ഉന്നയിക്കുന്ന, അതിനൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ, അവരെല്ലാം സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന വിവിധ രീതികൾ. അതുമാത്രമല്ല, കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്നീ 3 പേരും കൂടി, ഘടകകക്ഷികളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ച ഒരു മോഡൽ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രകടനപത്രിക നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ്. ഇത്ര വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം തീർക്കും, അത് ഗ്രാഫ് കൃത്യമായിട്ട് അക്കമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രാം വർഷം കേരളം മിച്ച ബജറ്റിലെത്തും. ഞാൻ ആ ബജറ്റ്, അതിൻ്റെ ആ പ്രൊപ്പോസിഷനൊക്കെ കൃത്യമായിട്ട് ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. അത് എത്ര മനോഹരമായിട്ടുണ്ട്. അത്രയും വീക്ഷണമൊന്നും വേറെ ആർക്കും സത്യം പറഞ്ഞില്ല തന്നെ. കടക്കണിക്കടെ പോകുന്ന 2 മുന്നണിയും ഭരിച്ച് കടക്കണിയിലാക്കിയ ഒരു സംസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു BJP NDA. അപ്പോൾ അങ്ങനെ പറയുന്നൊരു പാർട്ടിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം വരുമ്പോൾ ജനങ്ങളുടെ ശബ്ദമാകാൻ പറ്റും. ജനങ്ങളുടെ ശബ്ദമാകും, ദേശീയതയുടെ ശബ്ദമായിരിക്കും, ഈ രാഷ്ട്രത്തിൻ്റെ ശബ്ദമായിരിക്കും. നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ ഒരു പ്രതിപക്ഷമായിട്ടും പിന്നെ ഭരണപക്ഷമായിട്ടും അത് മാറും. ഇതാണ് BJPക്ക് ഉണ്ടാവേണ്ട നേട്ടം.